സ്പാനിഷ് ലീഗിൽ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് വീണ്ടും സമനില. ഇന്നത്തെ മത്സരത്തിൽ ലാസ് പാൽമാസിന് മുന്നിലാണ് സ്പാനിഷ് വമ്പന്മാർ സമനിലയിൽപ്പെട്ടത്. മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് ഇന്നും ലാലിഗയിലെ തന്റെ ആദ്യ ഗോൾ കണ്ടെത്താനായില്ല. ഇന്ന് കളി തുടങ്ങി 4-ാം മിനിറ്റിൽ തന്നെ ലാസ് പാൽമാസ് മുന്നിലെത്തി. മക്ബേഡിയുടെ പാസ് സ്വീകരിച്ച് ബോക്സിലേക്ക് കയറിയ ആൽബർട്ടോ മൊലൈറോ മികച്ച ഫിനിഷിങ്ങിലൂടെ പന്ത് വലയിലെത്തിച്ചു. സമനില ഗോളിനായുള്ള റയലിന്റെ ശ്രമങ്ങൾ 1-2 തവണ ഒഴിച്ച് ലാസ് പാൽമാസ് ഗോൾ കീപ്പർക്ക് വെല്ലുവിളി ഉയർത്തിയില്ല. ഓപ്പൺ പ്ലേയിൽ ഗോൾ കണ്ടെത്താൻ റയൽ ബുദ്ധിമുട്ടി. ഒടുവിൽ രണ്ടാം പകുതിയിൽ 69-ാം മിനിറ്റിൽ റയൽ സമനില പിടിച്ചു. ഹാൻഡ്ബോളിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി വിനീഷ്യസ് ജൂനിയർ ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു. വിനീഷ്യസിന്റെ സീസണിലെ ആദ്യ ഗോളായിരുന്നു ഇത്. തുടർന്ന് വിജയ ഗോളിനായി റയൽ ശ്രമിച്ചെങ്കിലും ലക്ഷ്യബോധമുണ്ടായില്ല. 89-ാം മിനിറ്റിൽ ലാസ് പാൽമാസ് റയൽ വലയിൽ പന്തെത്തിച്ചെങ്കിലും ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർന്നത് ലോസ് ബ്ലാങ്കോസിന് ആശ്വാസമായി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 57% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് റയൽ മാഡ്രിഡായിരുന്നു. 25ഓളം ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 8 മാത്രം ഓൺ ടാർഗറ്റ്. 546 പാസുകൾ 87% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് ലാസ് പാൽമാസ് തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 422 പാസുകൾ 85% കൃത്യതയോടെ ലാസ് പാൽമാസ് പൂർത്തിയാക്കി. ലീഗിൽ 3 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 5 പോയിന്റുമായി 5ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. സെപ്റ്റംബർ 2-ന് റയൽ ബെറ്റിസിനെതിരെയാണ് റയൽ മാഡ്രിഡിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.